ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് 2011 മോഡൽ BMW 520D ആണ്. F10 എന്ന കോഡ് നെയിമിലാണ് ഈ മോഡൽ അറിയപ്പെടുന്നത്. 2011 മുതൽ 2017 വരെയാണ് ഈ മോഡൽ പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 50 ലക്ഷം രൂപയോളായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ബൈക്സനൺ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. BMWൻ്റെ കൊറോണ റിങ്സ് വരുന്നുണ്ട്. ഫുള്ളി സർക്കുലർ ആയിട്ടുള്ള കൊറോണ റിങ്സ് അവസാനമായിട്ട് വന്നിരുന്നത് ഈ മോഡലിലാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് വാഷേഴ്സും കൊടുത്തിട്ടുണ്ട്. BMWൻ്റെ കിഡ്നി ഗ്രില്ല് വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതിൽ റൺ ഫ്ലാറ്റ് ടയർ മാറ്റിയിട്ട് ട്യൂബ്ലെസ് റൈഡിൽ ടയർസ് ആണ് ഇട്ടിരിക്കുന്നത്. വിൻഡോസിന് ചുറ്റും ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും LED ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. റൂഫിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഒരു സൺ റൂഫും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഡോർ പാഡിൽ പവർ വിൻഡോയുടെ സ്വിച്ചസും മിററിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. എല്ലാ വിൻഡോസും 1 ടച്ച് ഓപ്പറേറ്റബിൾ ആണ്. പിന്നെ റിയർ വിൻസ്ക്രീനിലെ സൺബ്ലൈൻഡ് റിട്രാക്ട് ചെയ്യാനുള്ള ഒരു ബട്ടനും ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ മെമ്മറി ഫങ്ഷൻസിൻ്റെ സ്വിച്ചും ഡോറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ബ്ലാക്കും ബീജും കളറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ഫിനിഷും മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിൽ ഒരു 7 ഇഞ്ച് iDriveൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. സെൻറ്റർ കൺസോളിലുള്ള ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ കൺവീനിയൻ്റ് ആണ്. മാത്രമല്ല ഇപ്പം മോഡേൺ കാർസിൽ വരുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട്. പിന്നെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഓയിൽ ലെവൽ ഇതുവഴി മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ബോണറ്റിനകത്ത് നമുക്ക് ഡിപ്സ്റ്റിക്ക് BMWന് കൊടുത്തിട്ടില്ല. ട്രിപ്പ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തുള്ള എന്തെങ്കിലും സ്വിച്ചിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയുടെ കീയിലെ സ്വിച്ച് എന്തിനാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഇതിനകത്ത് നോക്കാൻ പറ്റും iDriveനകത്ത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത് ഇലക്ട്രിക് ഫോർ സ്റ്റിയറിംഗ് ആണ്. മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് ഓഡിയോ കൺട്രോൾസിൻ്റെ സ്വിച്ചും വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചും കോൾ എടുക്കുന്ന സ്വിച്ചും ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് ആൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനകത്ത് 4 സർക്കുലർ ഡയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അനലോഗ് സ്പീഡോമീറ്ററും അനലോഗ് ടാക്കോമീറ്ററും ഫ്യൂൽ ഗേജും ടെമ്പറേച്ചർ ഗേജും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ചെറിയൊരു ഡിജിറ്റൽ റീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓഡോമീറ്റർ, ട്രിപ്പ് സെറ്റിങ്സ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. വണ്ടിയുടെ വേറൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അകത്ത് കയറി ഇരുന്നിട്ട് ആ പുഷ് ബട്ടൺ സ്റ്റാർട്ടറിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ് താഴ്ന്നു വരും. അതേപോലെ നമ്മൾ വണ്ടി ഓഫാക്കുന്ന നേരത്ത് സ്റ്റിയറിംഗ് തിരിച്ച് പൊങ്ങി പോവും. ഒരു ഹയസ്റ്റ് സെറ്റിങ്ങിലേക്ക് പോകും. അത് ഇറങ്ങാനും കയറാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് കാണാൻ നല്ല സ്റ്റൈലാണ്. CD ഇടുന്ന ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ബ്ലൂടൂത്തും ഓക്സും USB കണക്ടിവിറ്റിയും വരുന്നുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. ഡ്രൈവറിനും പാസഞ്ചറിനും ഓരോ സോൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സെൻറ്റർ കൺസോളിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ അടപ്പിനകത്ത്. പിന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഗിയർ സെലക്ടറാണ് കൊടുത്തിരിക്കുന്നത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് നോർമൽ മോഡും സ്പോർട്സ് മോഡും മാനുവൽ മോഡും വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഡിസ്പ്ലേ. പിന്നെ iDriveൻ്റെ കൺട്രോളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ഉണ്ട്. നമ്മൾ കയറ്റത്തിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഓട്ടോ ഹോൾഡ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്നത് വരെ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. ഒരു ബോക്സ് വരുന്നുണ്ട്. ഇത് 2ആയിട്ടാണ് തുറക്കുന്നത്. അതിനകത്താണ് ഓക്സിൻ്റെയും USBയുടെയും പോർട്സ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതിനകത്തുണ്ട്. കൂളായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും വാനിറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിളും വളരെ റിലാക്സിങ്ങും വളരെ സ്പേഷ്യസും ആയിട്ടുള്ള ബാക്ക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ പാസഞ്ചേഴ്സിന് 2 AC വെൻസും ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പോക്കറ്റ്സും മിഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വിൻഡോയിൽ 2 സൺബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വിൻഡ് സ്ക്രീനിലും സൺബ്ലൈൻഡ് വരുന്നുണ്ട്. ബാക്കിലെ മിഡിൽ പാസഞ്ചറിന് ദൂരയാത്രകൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാക്കിൽ ട്രാൻസ്മിഷൻ ടണൽ വളരെ വലിയൊരു ട്രാൻസ്മിഷൻ ടണലാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 520 ലിറ്റർ ബൂട്ട് സ്പേസ് ഇതിന് വരുന്നുണ്ട്.
ഈ ബൂട്ട് തുറന്നു വരുന്നത് ഭയങ്കര സ്പീഡിലാണ് തുറന്നു വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ എൻജിൻ ബേ ഒന്ന് കാണാം. ബോണറ്റ് തുറക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഹൈഡ്രോളിക് സ്ട്രട്സ് ഉണ്ട്. 2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. 380 Nm ടോർക്കും 184 bhp പവറുമാണ് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബോണറ്റ് തുറക്കുമ്പോൾ നമ്മൾ എൻജിൻ ബേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള എൻജിൻ ബേ ഇത് തന്നെയാണ്. BMW എന്നൊക്കെ എഴുതിയ ഒരു എൻജിൻ കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്ട്രട്ട് ബ്രേസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ബോണറ്റിൽ. പിന്നെ അതുകൂടാതെ നമുക്ക് വണ്ടിയുടെ കളറൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BMW ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. BMW ഒറിജിനൽ ഫുൾ ഫോം ഇതാണ്, ജർമ്മൻ ഭാഷയിലുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ ബവേറിയൻ മോട്ടോർ വർക്ക്സ് എന്ന് പറയുമെങ്കിലും ഇതാണ് ജർമ്മൻ ഭാഷയിലുള്ള ഒറിജിനൽ ഫുൾ ഫോം. ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ ചെറിയൊരു ലെവർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്ക് തന്നെ സ്റ്റിയറിംഗ് നമുക്ക് റീച്ചും ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയ്ക്ക് ഈസി ആയിട്ട് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷനെ കണ്ടുപിടിച്ച് നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. BMW പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സിസ്റ്റംസും ഡ്രൈവറിനെ ആംഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാഷ്ബോർഡിൽ iDrive ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ എല്ലാ കൺട്രോൾസും നമ്മളെ ഹാൻഡ്സ് റീച്ചിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ട് ഓടിക്കുമ്പോഴത്തേക്കും ട്രാൻസ്മിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു ജെർക്ക് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും, അതായത് ഒരു 40 പോയിട്ട് പിന്നെ കുറച്ചുകൂടെ സ്പീഡ് എടുക്കാൻ വേണ്ടി ചെറുതായിട്ട് കാല് കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ട്രാൻസ്മിഷൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ത്രോട്ടിൽ നമ്മൾ ഫുള്ളി ഫ്ലോർ ചെയ്യുമ്പോൾ, നമ്മുടെ നോർമൽ മോഡിൽ ഫുള്ളി ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യം, ഒരു അര സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ ഫ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് ആ 380 Nm ടോർക്ക് നേരെ റിയർ വീലിൽ കൊണ്ടങ്ങ് ഡംപ് ചെയ്യുകയാണ്. അതോടെ വണ്ടി ഒരു റോക്കറ്റ് പോകുന്ന രീതിയിലാണ് പോകുന്നത്. 8.1 സെക്കൻഡാണ് 0 to 100 എത്താൻ ഇതിന് വേണ്ട സമയം. ഭയങ്കര ഫീലാണ് ആ ടർബോ ഡീസലിൻ്റെ നമ്മൾ സീറ്റിലേക്ക് അമർന്നു പോകുന്ന ഒരു ഫീൽ. ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീസൽ വണ്ടി ഇതാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ഭയങ്കര കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ് ഈ വണ്ടിയുടേത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും കറക്റ്റ് വെയിറ്റ് ആണ്. സ്പീഡൊക്കെ കൂടുന്തോറും നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൾട്രാ ഷാർപ്പ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു എക്സിക്യൂട്ടീവ് സെഡാനിന് ഇതിനേക്കാളും ഷാർപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് വേണമെന്നും എനിക്ക് തോന്നിയില്ല. വെയിറ്റും പെർഫെക്റ്റ് ബാലൻസും ഉള്ള സ്റ്റിയറിംഗ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല കോൺഫിഡൻസ് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റൈഡ് ക്വാളിറ്റിയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇത്രയും ഹാൻഡ്ലിങ്ങും ഇത്രയും റൈഡ് ക്വാളിറ്റിയും ഒരു പെർഫെക്റ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പുള്ള 5 സീരീസൊക്കെ വളരെ സ്റ്റിഫായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുള്ള 5 സീരീസ് ഭയങ്കര കിടിലൻ ഹാൻഡിലറായിരുന്നു. അപ്പോൾ ഈ 5 സീരീസിലേക്ക് വന്നപ്പോഴത്തേക്കും റൈഡ് ക്വാളിറ്റിക്കും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ബാലൻസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്, ഹാൻഡ്ലിങ്ങിനും റൈഡ് ക്വാളിറ്റിക്കും. വണ്ടിയുടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഹൈവേ ക്രൂസിങ്ങും പിന്നെ ഡ്രൈവിംഗ് ആസ്വദിക്കുന്ന ആളുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടി നോക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ബാക്ക് സീറ്റിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ് എങ്കിൽ അങ്ങനെ നല്ല കംഫർട്ട് വണ്ടി പ്രൊവൈഡ് ചെയ്യും. നല്ല ഡ്രൈവിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും ഓക്കെയാണ്. വണ്ടി നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള 5 സീരീസ്, അതായത് 520D. ഇതിന് തന്നെ 8.1 സെക്കൻഡിൽ 100 കയറാനുള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പം 530D ഒക്കെ ഏത് ലെവലായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് 5.8 സെക്കൻഡിലാണ് 530D 100 കയറുന്നത്. പിന്നെ അതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 14.5 km/ലിറ്റർ ആണ് ഇതിന് ഹൈവേയിൽ കിട്ടുന്ന മൈലേജ്. സിറ്റിയിലൊരു 11 ഒക്കെ മൈലേജ് കിട്ടും. അപ്പം ആവറേജ് ഒരു 13 ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുമായിരിക്കും. ഈ വണ്ടി ഇപ്പം സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിളിക്കേണ്ട ആളുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. സീരിയസ് ആയിട്ടുള്ള ബയേഴ്സ് മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.